എല്ലാവർക്കും നമസ്കാരം. ഏതൊരു മേഖലയിലായാലും കസ്റ്റമർ സർവീസ് ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് തന്നെയാണ് ആ കമ്പനിയെയും അത് വിൽക്കുന്ന വ്യക്തികളെയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു നല്ലൊരു അനുഭവം ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിൽ ഉണ്ടായ അതിന്റെ അനുഭവം പങ്കുവയ്ക്കാനാണ് എൻ്റെ സുഹൃത്തും കസ്റ്റമറുമായ അനിൽകുമാറിന്റെ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് സെഗ്മെന്റിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കസ്റ്റമർ സർവീസ്. കാരണം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് ഒരു ക്ലെയിം കിട്ടുക, അത് വലിയൊരു എമൗണ്ട് 1.5 ലക്ഷം 2 ലക്ഷം രൂപയുടെയൊക്കെ ഒരു എമൗണ്ട് വരുമ്പോൾ അത് ക്ലെയിം കിട്ടുക എന്ന് വെച്ചാൽ വലിയൊരു സമാധാനം, വലിയ സപ്പോർട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അത് ഒരു നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ എനിക്കും കമ്പനിയായ അതായത് ഞാൻ അനിൽകുമാറിന് കൊടുത്തിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയായ HDFC ERGOയുടെ ഒപ്റ്റിമ സെക്യൂർ എന്ന പ്ലാനിനും സാധിച്ചു. അതിന്റെ ഒരു ടെസ്റ്റിമോണിയലായിട്ട് ഒരു വീഡിയോ അനിൽകുമാർ അയച്ചു തന്നിട്ടുണ്ട്. അതാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എല്ലാവരും കാണുക, വീഡിയോ എല്ലാവരും കാണുക. ഈ ചാനൽ നിങ്ങൾ കാണുന്ന ആദ്യമായിട്ടാണെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിംഗ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് അനിൽകുമാർ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മുളങ്കുന്നത്തുകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, പ്രത്യേകിച്ചും ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ വൈഫിനെ ഈ അടുത്ത് തൃശ്ശൂർ ജില്ലയിലെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ, ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ ഒരു സർജറിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് പോളിസി ഉണ്ടോ, ഇൻഷുറൻസ് പോളിസി ഉണ്ടോ എന്നുള്ളത് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഇൻഷുറൻസ് പോളിസി ഉണ്ട്. HDFC ERGOയുടെ ഒപ്റ്റിമ സെക്യൂർ എന്ന് പറയുന്ന ഒരു പോളിസിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് എൻ്റെ തന്നെ ഒരു ഫ്രണ്ടായിട്ടുള്ള ബിനോയ് മാധവൻ, അദ്ദേഹം എന്നോട് ഈ പോളിസിയെക്കുറിച്ച് മുൻപ് സംസാരിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു 3-4 വർഷം മുൻപ് എടുത്തു വെച്ചിട്ടുള്ളൊരു പോളിസി ആയിരുന്നു. അപ്പോൾ അത് എൻ്റെ ഫാമിലി മൊത്തം അതിൽ കവേർഡാണ്. അപ്പോൾ ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ അവിടെ ഞങ്ങൾ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അവിടെ സബ്മിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം അവർ ഒരു പ്രീ അപ്രൂവൽ എടുത്തു. അതിനുശേഷം സർജറിക്ക് ശേഷം ഡിസ്ചാർജ് സമയത്താണ് മറ്റുള്ള മുഴുവൻ ബില്ലുകളും എല്ലാം അപ്ലോഡ് ചെയ്തിട്ട് മുഴുവൻ തുകയ്ക്കുള്ള അപ്രൂവലിന് വേണ്ടിയിട്ട് അവരത് അയക്കുന്നത്. പക്ഷെ അങ്ങനെ അയച്ചപ്പോൾ മുഴുവൻ ബിൽ തുക ആദ്യം അപ്രൂവ് ആയിട്ട് വന്നില്ല. അതിൻ്റെ ഒരു 60% താഴെ എമൗണ്ട് മാത്രമേ അപ്രൂവായി വന്നുള്ളൂ. അപ്പം അതിൽ പിന്നീട് നമ്മളതിനെ കുറിച്ചിട്ട് കൂടുതൽ അന്വേഷിക്കുമ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോസ്പിറ്റല് ഞങ്ങൾ അഡ്മിറ്റ് ആയിട്ടുള്ള സ്വകാര്യ ഹോസ്പിറ്റൽ ഇവരുമായിട്ടുള്ള ഒരു MOUവിൽ അവർ താരിഫ് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാ 3 വർഷം കൂടുമ്പോഴും മറ്റോ അത് താരിഫ് അപ്ഡേഷൻ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. അപ്പോൾ ആ താരിഫ് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ താരിഫിലുള്ള ഒരു എമൗണ്ട് മാത്രമേ ആദ്യം അപ്രൂവായി വന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം പിന്നെ അവർ വീണ്ടും അത് അപ്രൂവലിന് അയച്ചു. ദെൻ ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബിനോയ് മാധവൻ പുള്ളിയുമായി ബന്ധപ്പെട്ടു. പുള്ളി HDFCയുടെ ഹയർ ഒഫീഷ്യൽസുമായി ബന്ധപ്പെട്ട്, HDFC ERGOന്റെ ഹയർ ഒഫീഷ്യൽസുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ മൂവ് ചെയ്തു. എന്നിരുന്നാലും ഞങ്ങൾ വൈകിട്ട് ഒരു 5 മണിയോട് കൂടിയിട്ട് 4 മണി 5 മണിയോട് കൂടിയിട്ടാണ് ഡിസ്ചാർജ് ആവുന്നത്. പക്ഷെ പിന്നീട് ഒരു 3-4 മണിക്കൂർ നമുക്ക് ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈ ഫൈനൽ അപ്രൂവൽ, ഈ ബില്ല് മുഴുവനായിട്ട് അപ്രൂവായിട്ട് വരാനായിട്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നമുണ്ടായിരുന്നത് ഈ പറയുന്ന പുതിയ താരിഫിലേക്ക് ഹോസ്പിറ്റൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്നിരുന്നാലും ഈ പറയുന്ന മുഴുവൻ ബിൽ തുക, ഞാനിപ്പോൾ അങ്ങനെ ഒരു അസൗകര്യം എനിക്ക് ഉണ്ടായി എങ്കിൽ പോലും ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഹോസ്പിറ്റൽ ബില്ലിൻ്റെ ഒന്നും തന്നെ അടയ്ക്കേണ്ടി വന്നിട്ടില്ല. 100% ഹോസ്പിറ്റൽ ബില്ല് നമുക്ക് ഇതിൽ കവേർഡായിട്ട് കിട്ടി. ഇന്നത്തെ കാലത്തൊരു ഹോസ്പിറ്റൽ അഡ്മിഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ തുക നമ്മുടെ കയ്യിൽ നിന്ന് ആ സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ
ഈ പോളിസി ഞാൻ എടുത്തിട്ടുള്ള പോളിസി വളരെ റൈറ്റ് ആയിട്ടുള്ളൊരു പോളിസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒപ്റ്റിമ സെക്യൂർ എന്ന് പറയുന്ന പോളിസി. ഞാൻ ഈ പോളിസി എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്ന ബിനോയ് മാധവന് ഞാൻ എൻ്റെ പ്രത്യേക താങ്ക്സ് അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ബില്ല്, അതായത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു എമൗണ്ട് എൻഹാൻസ് ചെയ്തിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് കാരണം ഇത് ഈവനിങ്ങിലാണ് നടക്കുന്നത്. അപ്പോൾ ഈവനിങ്ങിൽ ഈ ബില്ല് എൻഹാൻസ് ചെയ്ത് തരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് HDFCയുടെ ബ്രാഞ്ച് ഹെഡ് ആയിട്ടുള്ള മിസ്റ്റർ റെജി, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഹെഡ് മിസ്റ്റർ ശ്രീകുമാർ നായർ, അവർ രണ്ടുപേരും അതിനു വേണ്ടിയിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള എഫർട്ട് ഇടുകയും വളരെ പ്രോംപ്റ്റ് ആയിട്ടുള്ള എഫർട്ട് ഇടുകയും അത് പാസ്സായി വരികയും ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇൻ്റർവെൻഷന് ഞാൻ അവരോട് വളരെയധികം നന്ദി പറയുന്നു. കൂടാതെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് മറ്റുള്ള ആളുകളോട് കൂടിയിട്ടുള്ള എൻ്റെ ഒരു അഡ്വൈസാണ്, നമുക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു സംഭവമാണ് ഹെൽത്ത് ഇൻഷുറൻസ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഹോസ്പിറ്റൽ എക്സ്പെൻസുകളും മറ്റും ഒക്കെ കവേർഡായിട്ട് പോകാനായിട്ട് ഈ ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റായിട്ട്, ഇപ്പോൾ നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആയിക്കോട്ടെ, അതെന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റായിട്ട് എടുക്കണം. അത് നമുക്ക് വരുന്ന ഒരു പോളിസിയാണ്. നല്ല ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ സെലക്ട് ചെയ്ത ഒപ്റ്റിമ സെക്യൂർ ക്യാഷ്ലെസ് ആണ്. തൃശ്ശൂർ, കേരളത്തിലൊക്കെയുള്ള ഒട്ടുമിക്കവാറും നല്ല ഹോസ്പിറ്റലുകളെല്ലാം ഇതിൽ കവേർഡാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 100% നമുക്ക് ആ ഹോസ്പിറ്റൽ ബില്ല് ഇതിൽ കവറായിട്ട് പോയി. അപ്പോൾ നമുക്ക് കയ്യിൽ നിന്ന് ഒന്നും എടുക്കേണ്ട ഒരവസ്ഥ വന്നില്ല. അപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന ഹോസ്പിറ്റൽ ചെലവുകളൊക്കെ താങ്ങാനായിട്ട് വലിയ പാടാണ് സാധാരണക്കാർക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പോളിസി നിങ്ങൾ എടുക്കുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ. ഇത് എൻ്റെ ആദ്യമായിട്ടാണ് എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ ഉപയോഗവും ഒക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ വൺസ് അഗൈൻ ഐ താങ്ക് ബിനോയ് മാധവൻ, മിസ്റ്റർ റെജി and Mr. Srikumar Nair for all the support they extended to me. Thank you. വീഡിയോ എല്ലാവരും മുഴുവൻ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഹെൽത്ത് ഇൻഷുറൻസ് സെഗ്മെന്റിൽ എപ്പോഴും നിങ്ങളൊരു അഡ്വൈസർ സപ്പോർട്ട്, ഇപ്പോൾ ഈ കേസിൽ തന്നെ പെട്ടെന്നൊരു ആവശ്യം വന്നപ്പോൾ നമ്മുടെ സപ്പോർട്ട്, നമുക്ക് കമ്പനിയുടെ സപ്പോർട്ട്, നമ്മുടെ സ്റ്റേറ്റ് ഹെഡ് ലെവൽ, റീജിയണൽ ഹെഡ്, നാഷണൽ ഹെഡ് ലെവൽ വരെയുള്ള കണക്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ആ കണക്ഷൻസ് യൂസ് ചെയ്ത് പെട്ടെന്ന് തന്നെ ക്ലെയിം പാസ്സാക്കി തരാൻ നമ്മൾ ശ്രമിക്കും. അല്ലാതെ നിങ്ങൾ ബാങ്കുകളിൽ നിന്നായാലും അല്ലെങ്കിൽ പോളിസി ബസാർ പോലത്തെ അങ്ങനത്തെ ഓൺലൈൻ സൈറ്റുകളിൽ നിന്നൊക്കെ ആയെങ്കിലും നിങ്ങൾക്ക് ആ സമയത്ത് റിയൽ ടൈമിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വ്യക്തി ഉണ്ടാവണമെന്നില്ല. ഇതിലൊരു പേഴ്സണൽ ടച്ച് ആവശ്യമുള്ള ഒരു സംഭവമാണ് ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പോൾ ഒരു അഡ്വൈസർ മോഡലിൽ തന്നെ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഞാൻ ഈ വീഡിയോ പങ്കുവയ്ക്കുന്നതിലൂടെ ഇവിടെ ചെയ്യാൻ ശ്രമിച്ചത്. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാം, എന്നെ വിളിക്കാം. ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യാനും എനിക്ക് വാട്സപ്പ് ചെയ്യാം, എന്നെ വിളിക്കാം. ഇതുപോലെ നല്ല ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ്സ് ഈ ചാനൽ നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് കാണാം. അതിനുവേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.